ശരി. എന്തമ്മാ മുത്തു അവിടെ പോയി മോളെ? മുത്തോണ് ഇവിടെ ഇല്ല, അടുക്കളയൊന്നുമില്ലല്ലോ. ഇവിടെ ഇല്ലേ? ആ ചിലപ്പോ ചന്തയിൽ പോയി കാണും. ഷോ, ചന്തയിൽ പോയാലും എവിടെ പോയി? ഇവനൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇങ്ങനെ ഇവൻ എന്തായാലും ഇവിടെ ഒന്നും ഇല്ല, ഞാൻ നോക്കിയതാ. ആ, ഇതാ അവന്റെ രീതി. തോന്നുമ്പോ തോന്നിയത് പോലെ ചെയ്യും. അവൻ പോയത് പറഞ്ഞില്ല, വന്നത് പറഞ്ഞില്ല, ഒന്നും അറിയാൻ വയ്യ. ഇവിടെ കാണും ഉണ്ടോ ഇനി ആള്? ഇല്ല, ഞാൻ നോക്കിയതാ. എന്തായാലും അറിയത്തില്ലേ? ചന്ത തന്നെ പോയത്. ചന്ത തന്നെ പോയാ? നീ ഒരു കാര്യം ചെയ്യ, പിന്നെ പ്രതീക്ഷ വിളിച്ചേ. അയ്യോ അമ്മ, പ്രതീക്ഷയൊന്നും ഇല്ല. അർജന്റായിട്ടൊരു കോള് വന്നിട്ട് പുറത്തോട്ട് പോയി. ഷടാ, ഓരോരുത്തരും തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാ. ഇത് എവിടെ പോയെന്ന് ആർക്കും അറിയാൻ വയ്യ, എന്തിനു പോയെന്നും അറിയാൻ വയ്യ. കഷ്ടം തന്നെ. അയ്യോ, പറ്റിയത്? അയ്യോ, പേടിക്കാനൊന്നുമില്ല മുത്തോണ്ണേ, ഒരു ചെറിയ ആക്സിഡന്റ്. അയ്യോ മുത്തു അവിടെ ഇരുന്നോണ്ടോ? അവിടെ ഇരിയണ നീ ഒന്ന്. അയ്യോ, ഇവന്റെ കൈക്കൊക്കെ എന്തോ പറ്റി മോനെ? എന്തോ മുത്തു, നിനക്ക് എന്തോ പറ്റിയേ? എന്തോ പറ്റിയണ്ണാ? ഒന്നും പറയണ്ട കൊച്ചമ്മ, ഞാൻ ചന്തയിലോട്ട് അങ്ങോട്ട് പോയായിരുന്നല്ലോ. അപ്പൊ എതിരൊരു ബൈക്ക്, ഒരു പയ്യൻ, അവൻ എന്തൊരു സ്പീഡായിരുന്നു. ബൈക്ക് എന്നെ വന്ന് ഇടിക്കുമെന്നുള്ള പേടിച്ച് ഞാൻ അപ്പുറത്തോട്ട് ചാടിയതാണ്. അത് ഓടയിലായിപ്പോയി. അയ്യോ, എന്തോ ആയടാ കയ്യ്? വലിയ ഫ്രാക്ചർ ആയിട്ടൊന്നും പറയത്തക്ക രീതിയിലില്ല. മെഡിക്കൽ കോളേജിൽ പോയി എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തോ? അപ്പം കുഴപ്പമില്ല. പക്ഷെ മുത്തോണ്ണൻ വീടിന്റെ തൊട്ടപ്പുറത്തെ ഒരു കരിങ്കല്ല് കിടപ്പുണ്ടായിരുന്നു. അതെങ്ങനെ തട്ടിരുന്നെങ്കിൽ തീർന്നേനെ. അയ്യോ, ആ കരിങ്കല്ല് ഇടിച്ചിരുന്നെങ്കിൽ തല പോയാനെ. കൈക്ക് ഫ്രാക്ചർ ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ കുഴപ്പമില്ല. എന്തെന്നറിയാമോ, ഈ അത് ഓടേന്ന് പറയാൻ പറ്റൂല, പൈപ്പിന് കുഴിയെടുത്തിട്ടില്ലേ, അതുപോലെ കുഴിയെടുത്തിട്ടിരിക്കുകയായിരുന്നു. അല്ല, ഇത് പ്രതീക്ഷ എങ്ങനെ കണ്ടത്? ഇത് മുത്തോണ്ണനെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ അങ്ങ് ആശുപത്രിയിലോട്ട് പോയി. പിന്നെ നിങ്ങൾ ആരെയും വിളിച്ചു പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, വെറുതെ എല്ലാരും എന്തിനാ പേടിക്കണമെന്ന് ഓർത്തു. എന്നാലോ മുത്തു അവിടെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഷോ, എന്റെ ഭഗവാനെ, പൈപ്പിന്റെ കുഴിയെടുക്കുന്നു, കുഴി നകത്താതെ കിടക്കുന്നു, അവര് വീഴുന്നു, ഇവര് വീഴുന്നു. അല്ലെങ്കിൽ ദുഷ്ടന്മാരെ നികത്തിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു കൊച്ചമ്മ. ഇതങ്ങനെ നികത്താതെ കാര്യം കഴിഞ്ഞിട്ട് അങ്ങ് പോകും. എടാ, ഈ കുഴിക്കുന്നവരെ അതിനകത്തോട്ട് തള്ളിയിടാൻ വല്ല മാർഗമുണ്ടോ? അല്ല, കുഴിക്കുന്നവരെ മാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന അവരും കൂടെ കുഴിയിൽ തള്ളിയിടണം. ഓ, തമാശകളാ. മുത്തു, വേദന ഉണ്ടോടാ നിനക്ക്? നല്ല വേദന ഉണ്ടോ കൊച്ചമ്മ? അയ്യോ, കഷ്ടം. എടാ, ഡോക്ടർ എന്താ പറഞ്ഞു മോനെ? ഡോക്ടർ 5-6 ദിവസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഫുള്ള് ബെഡ് റെസ്റ്റാ പറഞ്ഞേക്കുന്നത്. ബെഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഓ, എന്റെ പൊന്നു മുത്തു, ഡോക്ടർ പറയുന്ന പോലൊക്കെ നീ അനുസരിക്കണം കേട്ടോ. അനങ്ങാതെ ഒരു ദിവസം എവിടെയെങ്കിലും പോയി കിടക്ക്. എന്തു പറ്റിയത്? ഒന്നും പറയണ്ട കുഞ്ഞെ. റോഡേലെങ്ങാണ്ട് എന്ന് വീണു. ദിവസം വലിയ ഫ്രാക്ചർ ഒന്നും ഇല്ല, അത്രേ ഉള്ളൂ. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഇനി ഈ പ്രദേശത്ത് കിടന്ന് കറങ്ങുന്ന കണ്ടാൽ എനിക്ക് ദേഷ്യം വരും. 1-2 ദിവസം നീ സ്വസ്ഥമായിട്ട് നിന്റെ മുറിയിൽ പോയി കിടക്ക്. നിനക്ക് എന്ത് വേണോ അതെല്ലാം മുറിയിലോട്ട് ഞാൻ കൊണ്ടുവരാം. അല്ല കൊച്ചമ്മ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ. ഓ, ഇവിടുത്തെ കാര്യമൊക്കെ എന്റെ മുറ പോലെ നടന്നോളും. പിന്നെ നീ ചുമ്മാ ഇരടാ, കയ്യും വെച്ചോണ്ട് ഇങ്ങനെ. അത് വേണ്ട, ചുമ്മാ ഇരിക്കുന്നേ. നല്ല സുഖമായിട്ട് മോനെ, ഇവനെ ഒന്ന് മുറിയിലോട്ട് കൊണ്ടുപോയി കിടത്തിനാരെങ്കിലും കേട്ടോ. സൂക്ഷിച്ച്. അയ്യോ, ഭാഗ്യം, വേറൊന്നും പറ്റിയില്ലല്ലോ. സമയദോഷം എന്നല്ലാതെ എന്ത് പറയാൻ. ചുമ്മാ തെക്കോട്ടും മുടക്കോട്ടും നടന്ന ആളാ. അല്ല, അപ്പൊ ഇനി എങ്ങനെയാ ഇവിടുത്തെ അടുക്കള? അടുക്കള അവിടെ തന്നെ ഉണ്ട്. ആണോ? അയ്യോ, ഞാൻ വിചാരിച്ചത് നിന്റെ വീട്ടിലോട്ട് പോയെന്ന്. ഇവിടെ ഉണ്ടല്ലേ അടുക്കള? ഓടി അവിടുന്ന് പറഞ്ഞ എന്തോന്ന് മനസ്സിലായില്ലെങ്കിൽ അത് പറയണം. വിവരക്കേട് വിളിച്ചു പോകരുത്. അടുക്കള എങ്ങനെ എന്ന് പറഞ്ഞാൽ വയ്യാത്ത മുത്തു അവിടെ കിടക്കട്ടെ. അപ്പൊ ഈ അടുക്കളയുടെ ഭരണം എങ്ങനെയാണ്, പാചകം എങ്ങനെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. മുത്തോണ്ണ സഹായിക്കാൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പുറത്തുനിന്ന് ആഹാരം വാങ്ങിച്ചു വെച്ചാലോ? പുറത്തുനിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കാല്? 2 പോത്ത് പോലെ വളർന്ന പെൺപിള്ളേർ ഇവിടെ ഉണ്ട്. എന്നിട്ട് ആ മുത്തുവിന് വയ്യാതെ ഇപ്പൊ പുറത്തുനിന്ന് ആഹാരം വാങ്ങിച്ച് കഴിക്കണം അല്ലേ? നാണം ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ അടുക്കളയിൽ തീ കത്തിക്കാൻ പറ്റൂലേ നിങ്ങൾക്ക്? പറ്റുമേ, പറ്റും. അമ്മ പറഞ്ഞ ശരിയല്ലേ? നമ്മൾ 2 പെണ്ണുങ്ങളോട് മരുമക്കളായി ഉള്ളപ്പോ മോശം പുറത്തുനിന്ന് വാങ്ങിച്ച് ഫുഡ് കഴിക്കുന്നത്. അമ്മേ, ഞങ്ങൾ ഇന്നത്തെ കാര്യം എല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. അത് ഞാൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മുടെ ഒരു പാചകത്തിന്റെ ഒരു വൈദഗ്ധ്യം ഒക്കെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ശരിയാണമ്മ. ഇത് നമ്മളൊരു ചലഞ്ചായിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കാം. ഇതാ ഞാൻ പറഞ്ഞത്. വീട്ടിലെ അല്ലെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വയ്യാതായാലും ഇങ്ങനെ വേണം പെൺപിള്ളേർ നിൽക്കാൻ. പെൺപിള്ളേരാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടല്ലോ. അതാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നീ കുറച്ചു മുന്നേ പറഞ്ഞു ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണം. എല്ലാവർക്കും അതാണ് ഇഷ്ടം എന്ന് വിചാരിച്ചു. ബുദ്ധി വന്നല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്നത്തേക്കുള്ളത് ആലോചിക്കാം. ഇന്നത്തേക്കുള്ള സാധനം ആലോചിക്കാടി. 2 പേർ കൂടെ അടി ഉണ്ടാക്കാനൊരു സ്ഥലം കിട്ടിയില്ല. പാചകം അടുക്കള എന്നും പറഞ്ഞു. എന്തായി പോവും?
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.